ഇതൊരു വളരെ ഓർഡിനറി പ്രണയകഥയാണ്. നിങ്ങൾ ഇതുവരെയും കാണാത്തതായിട്ടൊന്നും ഇതിലില്ല. പണ്ട് കണ്ടു മറഞ്ഞ കുറച്ച് പൈങ്കിളിയും നായികനെ പുറകെ നടക്കുന്നൊരു നായികനും എന്തിനും കൂടെ നിൽക്കുന്നൊരു കൂട്ടുകാരനും ഒരു രീതിയിലും പിടിതരാത്തൊരു നായികയും കുറച്ച് വിനീത് ശ്രീനിവാസൻ ക്രീഞ്ചും കുറച്ച് ഷാൻ റഹ്മാൻ മ്യൂസിക്കും എല്ലാം കൂടെ ചേർന്നൊരു ഫീൽ ഗുഡ് റോം കോം. പക്ഷേ ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നായകൻ നായിക അവസാനം വരെയും കാണുന്നില്ല, അവർ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല, ഒന്ന് സംസാരിക്കുക പോലുമില്ല. ബട്ട് ഈ സീൻ ഈ സിനിമയുടെ തുടക്കമല്ല, ഇത് ഈ സിനിമയുടെ അവസാനമാണ്. കഥ തുടങ്ങുന്നത് കഴിഞ്ഞ ആഴ്ച ഇതുപോലൊരു ഞായറാഴ്ച. എനിക്കിതെങ്ങനെ തുടങ്ങണമെന്നറിയില്ല, പക്ഷേ ഇതിങ്ങനെ ഡേറ്റൊക്കെ ഇതാദ്യമായിട്ടാണ്. Same here. Even I'm not a big fan of dating culture. I'm a bit old school. ഞാനും റാൻഡംലി ഒരാളെ കണ്ടുമുട്ടി, അടുത്ത് സംസാരിച്ച് ഇഷ്ടപ്പെട്ട് ഈ പഴയ സിനിമകളിലുള്ള പോലെ ഒരു ക്ലാസിക് ലവ് സ്റ്റോറി, അതാണ് ഇഷ്ടം. Oh yeah, like a Mani Ratnam movie scored by A.R. Rahman, right? ഞാനും ഭയങ്കര എ ആർ റഹ്മാൻ ഫാനാണ്. ഒരു ദിവസം ഒരു പാട്ടെങ്കിലും കേട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരില്ല. Okay, so let's not make it awkward. Can we keep it simple? ನಿಮಗೆ ಯಾವ ಥರ ಹುಡುಗಿ ಇಷ್ಟ ಆಗ್ತಾರೆ? ഹെയർ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, പിന്നെ ഗ്ലാസസ് ആർ റിയലി ക്യൂട്ട്. യു? ಸಿಂಪಲ್ ಮ್ಯಾನ್, ಶಾರ್ಟ್ ಹೇರ್, ತುಂಬ ಮಸ್ಕ್ಯುಲರ್ ಇಲ್ಲ ಬಟ್ ಸ್ವಲ್ಪ ಫಿಟ್. ആർട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. പെയിൻറ്റിങ്സ്, മ്യൂസിക്, മൂവീസ്, ഇതൊക്കെ ആയിരിക്കണം അവരുടെ ലോകം. ഞാനും കുറച്ചൊക്കെ വരയ്ക്കും. അത് പേഴ്സ്യൂ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാനും മനസ്സിലാക്കാനുള്ള ഒരാളായിരിക്കണം. For me, I think I want someone who appreciates little things in life. Like ಯಾವಾಗಲೂ ಸೆಟಲ್ ಆಗಬೇಕು, business, finance. That's not really my type. Like little things. Art, painting, maybe singing, traveling, exploring. I love singing. So maybe that's perfect. That's really my type. ഞാനൊരു മലയാളിയാണെങ്കിലും വിദ്യാർത്ഥി ഭവനിലെ ദോശയാണ് ദോശ. Oh, I love appam. My parents shouldn't hear this, but I love parota and beef. You are a nice person, but നമ്മൾ തമ്മിൽ സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. You know, that's the problem with these dates. It kind of feels forceful, right? Even I don't think we're a good match. But it was nice meeting you. You too. Bye. Oh, sorry. വാവ്, 3 കൊല്ലത്തെ ബെർലിൻ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്തൊരു ഇന്ത്യൻ സുന്ദരി. ബുക്സിലും സിനിമകളിലും കാണുന്ന പോലത്തെ ഒരു ഫസൈറ്റ്. സ്ലോ മോഷനിൽ സംസാരിക്കുന്നു, ചിരിക്കുന്നു, മുടി പറക്കുന്നു. വിൻഡോസ് ഇല്ലാത്ത ബസ്സിൻ്റെ അകത്ത് എവിടെ നിന്ന് കാറ്റടിക്കാൻ. പക്ഷെ കൊള്ളാം, അവളൊന്ന് തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ, ആ മുടി ഒന്ന് ചെവിയുടെ പുറകിലിട്ടായിരുന്നെങ്കിൽ എൻ്റെ ബെർലിൻ പുണ്യാളന്മാരെ ഞാൻ കൊളോം കത്തിയിട്ടപ്പ് 2 മെഴുകുതിരി കത്തിക്കാം. ഏതോ വിനീത് ശ്രീനിവാസൻ പടത്തിലാകപ്പെട്ട പോലെ ഉടുക്കത്തെ ഫീൽ കുട്ടി. പോയി. ഇത് മതി, താങ്ക്സ് ഉണ്ട് പുണ്യാളന്മാരെ. ഇതെന്നെ അവളുടെ അടുത്ത് എത്തിക്കും. എങ്ങനെ എത്തിക്കുന്നത്? ഗ്ലാസിന് വല്ല അഡ്രസ്സ് ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ലടാ. പക്ഷെ അവളെനി കാണുന്ന പോലും വിചാരിച്ചതല്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു ഹോപ്പ്. എടാ, പകുതി ഫേസേ കണ്ടുള്ളൂ. പക്ഷെ ഈ ഇടയ്ക്കൊന്നും ഇങ്ങനൊരു ഭംഗി ഞാൻ കണ്ടിട്ടില്ല. ഷേടാ, ഈ പകുതി ഫേസിന് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ ഫുൾ ഫേസ് അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും. ഈ സ്പൈഡർമാൻ ഗെയിം കളിക്കുന്ന നിനക്കെന്തിനാ ബാറ്റ്മാനിൻ്റെ മാസ്ക്? സ്പൈഡർമാൻ്റെ മാസ്ക് നിൻ്റെ അച്ഛൻ വാങ്ങിത്തരോ? അതില്ല. അല്ല മാത്ത, അവളുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് പറഞ്ഞില്ലേ?
മേ ബി അവളുടെ ആണെങ്കിലോ? ഏയ് അങ്ങനെ വരൂ. ആ വരും. കുറച്ച് ബ്രെയിൻസ് വെക്കടാ. അല്ലെങ്കിൽ ഈ പ്രേമം തളിക്കച്ച് മാത്രം കോമൺ സെൻസിൻ്റെ സാധനം ഉണ്ടാവില്ല. ഒന്ന് പോടാ. സ്വീഡനിലും നാട്ടിൽ ഇവിടെ ആയിട്ട് 3-4 ഗവൺമെൻറ് ഉള്ളത്. നീയാണോടാ പ്രേമത്തിനെ പറ്റി പറയുന്നത്? എടാ മാത്ത, അത് ചുമ്മാ ലവായിട്ടൊന്നും കൂട്ടണ്ട. ഇറ്റ്സ് ജസ്റ്റ് നെറ്റ്വർക്കിംഗ്. നിന്റെ നെറ്റ്വർക്കിംഗ് കാരണം രാത്രി ഉറക്കമില്ലാത്ത എനിക്കാ. അത് പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണ്ടേ. സോ അല്ല വെയിറ്റ്, അവളുടെ ഫ്രണ്ടിന് ബസ്സിൽ വെച്ച് തന്നെ ഓൾറെഡി കണ്ണാടി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇതെങ്ങനെ അവളുടെ ആവുക? ഇത് മറ്റവളുടെ തന്നെ. അതിന് ചാൻസ് ഇല്ലാതില്ല. സാധ്യതയല്ല, ആണ്. ഇപ്പം ആർക്കടാ ബ്രെയിൻസ് ഇല്ലാത്ത നാറി. അതൊക്കെ പോയി ഇനി സമയമുണ്ട്. തൽക്കാലം നീ അവളെ കണ്ടുപിടിക്കാൻ സ്കെച്ച് ഓർഡറാ. എന്തെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പ്ലാൻ ചെയ്യണ്ടേ? എനിക്കൊരു ഐഡിയ ഇല്ലടാ. ഇപ്പം ഞാൻ കിടന്നുറങ്ങാം. ഐഡിയ ഒക്കെ നാളെ സെറ്റ്. ഏടാ ഉറങ്ങല്ലടാ, ഒരു പ്ലാൻ ഉണ്ടാക്കാം. എൻ്റെ പൊന്നു മാത്ത ഒന്ന് പോയി തരുമോ? നാളെ ആളെ കോളുള്ളതാ. 9 മണി ഇന്ത്യൻ ടൈം. അപ്പം ഇവിടെ ഒരു 5:30. എനിക്കൊന്നും ഉറക്കം വരുന്നില്ല, ഞാൻ പിന്നെ ഉറങ്ങാം. ഇനി ഉറക്കമൊന്നും ഉണ്ടാവില്ല മോനെ. പകുതി വയസ്സിന് ഇത്ര, ബാക്കി കൂടി കണ്ടാലും. എടാ കുട്ടി എണീക്കടാ. ഇത് നിന്റെ എന്തിനാണ് വിളിക്കുന്നടാ? നീ എടുക്കാൻ എടാ പോടാ, പുറത്തു വല്ലതും പോയി നിന്റെ നെറ്റ്വർക്ക്. ഹലോ കൊച്ചു മോഹൻ മൈലേബ പാസ് മാർക്സ് ടു. അയ്യോ വാവേ, ഇവിടെ ചെറുപ്പം എന്താ പറഞ്ഞതാ? ചേർന്നോ? എടാ, അവളുടെ കണ്ണാടി നമുക്കൊരു ഫോട്ടോ എടുക്കാം, എന്നിട്ട് അതൊരു പോസ്റ്റർ ആക്കാം. അതിൽ നമ്മുടെ അഡ്രസ്സും നമ്പറും കൊടുക്കാം. എന്നിട്ട് അവൾ ഇറങ്ങിയ ബസ് സ്റ്റോപ്പിൽ കൊണ്ടൊട്ടിക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പറായിട്ടുണ്ട്. പോസ്റ്റർ അത്രക്കണ്ട, ഫ്ലക്സ് ഓടിച്ചോ. പിന്നെ ബസ് സ്റ്റോപ്പിൽ അത്രക്കണ്ട, ബസ്സിൻ്റെ പുറത്ത് ഒട്ടിക്കും. എന്നാ പിന്നെ അതിനെക്കാട്ടും നല്ല ഐഡിയ നിനക്കുണ്ടോടാ? തൽക്കാലില്ല, ഇനി അങ്ങനെ ചെയ്യും. തൽക്കാലം ഞാൻ ഉറങ്ങട്ടെ. ഇന്ത്യൻ നെറ്റ്വർക്ക് പറ്റും തോന്നുന്നില്ല. 3 മണിക്കൂർ ഡിഫറൻസ്. നോക്കി പ്രോപ്പർലി. ഇവനെപ്പോലുള്ളമാർക്കൊക്കെ മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ്. ഇവിടെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഞാനൊക്കെ ഒരു കണക്ഷൻ വരിക്കാൻ എത്ര പാടുപെടുന്നു. ക്രിഞ്ച് പരിപാടിയാണേലും ഈ പോസ്റ്റർ ഒന്ന് വർക്കൗട്ടായാൽ മതിയായിരുന്നു. എന്തോ ഇതിമാതിരി സ്പെക്സ് മിസ്സിംഗ് പോസ്റ്റർ ഉണ്ടല്ലോ. ഇത് അവൾ കാണും, എന്നിട്ട് അവളെ വിളിക്കും, ഞാനെടുക്കും, ഞാനത് കൊണ്ടു കൊടുക്കാൻ പോവും. പിന്നെ ഞങ്ങൾ നമ്മളെ നേരിട്ട് കാണും, ഇഷ്ടപ്പെടും, പിന്നെ അങ്ങോട്ടല്ല ഈസിയല്ലേ. ഇതുകൂടെ കാണുമ്പോൾ എന്തായാലും പ്രസവം. ഉണ്ടാ കണ്ടറിയത് നേരം ഉണ്ടാക്കി വെച്ചാൽ. പിന്നെ ഈ സ്പെക്സ് ഒക്കെ അവൾ കോട്ടയം നിൽക്കും. അങ്ങനെ വിചാരിക്കും. എടാ നീ ആലോചിച്ച് നോക്ക്, ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ ഒരു ലോസ്റ്റ് അക്കൗണ്ട് ഉണ്ട്. അവിടെ പോയിട്ട് അവൾ അന്വേഷിക്കും. സാധാരണ ഈ വക സാധനങ്ങളൊക്കെ അവിടെ പോയി ചേരാറാണ് പതിവ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്റെ പ്രേമം ഉണ്ടാക്കാൻ വേണ്ടി നീ എടുത്തോണ്ടോന്നില്ലേ, പിന്നെ ദൂരി കാണും. അതോടെ ഉറപ്പാ അവൾക്ക് നിന്റെ ഉദ്ദേശം വേറെ എന്താന്ന്. എടാ അവൾ അങ്ങനെ വിചാരിക്കും. എടാ ഉറപ്പായിട്ടും. അതിന് ഞാൻ ഡീസൻ്റ് അല്ലേ? എന്നാലേ നീ അതൂരി ഇരിക്കും താഴെ. നല്ല കൂതറ പോസ്റ്റർ. ജർമ്മൻ തള്ളമാനെ വിളിക്കാണ്ടെന്ന് മതിയായിരുന്നു. ഹായിച്ചല്ലോ, എന്നാ പണിയിട്ട് ഇருக்கு. ലവക്കെല്ലാം എന്നാ ലാംഗ്വേജ് അമ്മ. ഈവനിങ് ബാർ പോകലാമല്ല പോകലാമോ? എന്തോന്നടേ
ഹായ് കണ്ണേ. ഗുഡ് നൈറ്റ് അല്ല കൂപ്പിട്ടയാ. ശരി, ഗുഡ് നൈറ്റ്. മിണ്ടാതെ ഇല്ല വായിൽ പെൻസിൽ കുത്തി കയറ്റി കേട്ടോ. நாளைக்கு கூப்பிடுறேன் சரியா? இங்கே ஒரு டெலிஸ்பேக் இருக்கு. ஆமாம், பாய், குட் நைட். എനിക്ക് കോപ്പേ ലൈറ്റൊക്കെ വെച്ച് വരക്കടേ. നാളെ രാവിലെ ഒരു കോളുള്ള ഇവിടെ സ്റ്റീം അതിൻ്റെ മുന്നേ കെട്ടം നിർത്തണം. ഒരു സമ്മതിക്കില്ല. എന്തായാലും എല്ലായിടത്തും ഒട്ടിച്ചതല്ലേ, നമ്മുടെ ബസ് സ്റ്റോപ്പിലിരിക്കട്ടെ പറഞ്ഞു. നല്ല കാര്യം. ഇവിടുത്തെ ആൾക്കാരെ കൂടെ ഇറക്കി നിന്റെ കഴപ്പ്. ഈടെ മാത്ത നല്ല പാടുണ്ടല്ലോ ഇതിന്. ഏതായാലും നീ ഒരു കാര്യം ചെയ്യും, ഇതിപ്പോൾ കൊടുക്കണ്ട, സെറ്റായിട്ട് കൊടുത്താൽ മതി. അതാകുമ്പോൾ അവർക്ക് തന്നെ കാണാൻ പറ്റില്ലല്ലോ. ഓ, എനിക്കൊരു ലുക്കുണ്ടായിട്ടാണ് നല്ല പെമ്പിള്ളേരോട് ഇറക്കുന്നത്. അളിയ അതൊക്കെ സ്കില്ലാണ്. എടാ അളിയ, എടാ നീ ആ വരച്ച പടം എന്തിയടാ? അതെവിടെയെല്ലാം കാണും. എൻ്റെ അളിയ, നിന്റെ വര സമ്മതിക്കണം കേട്ടോ. എന്താണ് അംഗീകരിക്കാനൊക്കെ? പിന്നെ കിഡ്നി വല്ലതും വേണോ? അതല്ലടാ, നിന്റെ പടം അതാ 4K ഫുൾ HD വന്നിരിക്കുന്നത്. പോയി പിടിയടാ. ഓ എൻ്റെ ഒടുക്കത്തൊരു പോസ്റ്റർ. മാത്താ നെല്ല് ഈ വഴി പോ, ഷോർട്ട് അടുത്ത വശപ്പെട്ട സുല്ല് 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 നെല്ല്. അല്ലെങ്കിൽ എഴഞ്ഞൊന്ന് വസം. അത് നേരെ പോയായിരുന്നു കിട്ടിയാന്. ഇതെവിടെ നിന്നു? തളർന്നപ്പോൾ കടയിൽ പോയി വാങ്ങിയതാ. അല്ല അല്ല അല്ല, ഈ കമ്മിറ്റ്മെന്റ് ആ കോഴ്സ് കാണിച്ചതെങ്കിലോ? ഈ 2 കൊല്ലത്തെ കോഴ്സ് 3 കൊല്ലമായിരുന്നു. പറഞ്ഞ ആള് 2-3 കൊല്ലമായില്ലേ ഇവിടെ? നല്ലൊരു ചാൻസ് മിസ്സായി. ബസ്സും മിസ്സായി. എടാ നീ തളരല്ലേ? കണ്ട കാട്ടിക്കൂടെ ഓടിച്ചിട്ട് അല്ല, ഇമോഷണലി തളരല്ലേന്ന്. ഓഹോ, ഇതിന്ന് നമുക്കിപ്പോ എന്ത് മനസ്സിലായി? നിന്റെ ഒന്നും വാക്കായിട്ട് ഇങ്ങോട്ട് ഓടരുതെന്ന്. എടാ അതല്ല, നമുക്കിപ്പോ റൂട്ടീൻ മനസ്സിലായില്ലേ? നാളെ ഇതേ സമയത്ത് ഇതേ ബസ് സ്റ്റോപ്പില്. ഏത്? എന്നാലും അവളെന്താ ബസ് സ്റ്റോപ്പിൽ വരാത്ത? എടാ അവള് നിന്നെ പോലെ പൊട്ടിയൊന്നുമല്ല. മാപ്പൊക്കെ നോക്കി ബസ് ഉണ്ടോ ഇല്ല ഉറപ്പ് വരുത്തി ഇറങ്ങും. എന്തായാലും അവൾ ഇവിടെ എവിടെയൊക്കെ തന്നെയാണുള്ളത്. നാളെ അവിടെ തന്നെ പോയി നോക്കിയാൽ പോരെ? ഹലോ, ഒരു കണ്ണാടിയുടെ പരസ്യം കണ്ടത് ചേട്ടനാണോ? ആ അതെ. ആ കണ്ണാടി എന്റെ, പക്ഷെ ചേട്ടൻ തന്നെ വെച്ചോ. ഈ നമ്പറിലോട്ട് 5 രൂപ ജീപ്പേ തന്നാ മതി. വെച്ചിട്ട് പോടാ നാറി. ഈടാ എത്രാമത്തെ ഫേക്കോളാടാ? ഇന്ത്യൻ നമ്പർ എന്നിട്ട് പണിയില്ലാത്ത കുറെ പട്ടികൾ കളിക്കുന്നയാ. ഇതിപ്പോ ആരാണോ? ഇങ്ങോട്ട് ഞാൻ എടുക്കാം. ഹലോ, നിങ്ങൾ മലയാളിയല്ലേ? അതെ. നമ്മുടെ പേര് റിയാസ്. നിങ്ങളുടെ കണ്ണടയുടെ പോസ്റ്റർ നമ്മൾ കണ്ടായിരുന്നു. നമുക്കത് പെരുത്ത് ഇഷ്ടമായിപ്പോളേ. ഞാൻ കണ്ണടയായിട്ടൊന്ന് നന്നാക്കി പൊറോട്ട് ഇറച്ചി വാങ്ങിച്ചു തരാം. അതാണ് നമുക്ക് പെരുത്ത് ഇഷ്ടമായിപ്പോളേ. വെച്ചിട്ട് പോണു കളോ. നീ എന്നാ വെച്ചോ കോപ്പ്. हेलो हेलो, हाँ भाई, मैं अभिलाष बात कर रहा हूँ. हाँ बोलो भाई.
आप कहाँ से हो? കേരള अच्छा, केरल से हो? കേരള അല്ല മേരെ കേരളം. अरे ठीक है. वैसे मैंने एक पोस्टर देखा था चश्मे के बारे में. या ये स्पेक्स तेरा है. इट बिलोंग्स टू अ गर्ल राइट? हाँ हाँ हाँ, एक्चुअली वो मेरी गर्लफ्रेंड का है. कुड यू डिस्क्राइब दिस गर्ल प्लीज? उसके काले काले लंबे बाल हैं. काली लंबी बाल है, वो बहुत प्रिटी है प्रिटी है, और वो कभी कभी चश्मे भी पहनती है. कभी कभी स्पेक्स भी पहनती है. അതിന് എല്ലാ പെമ്പിള്ളേരും ഇങ്ങനെ തന്നെയല്ലേ? അത് ശരിയാണല്ലോ. കുഡ് യു ഡിസ്ക്രൈബ് ദ കളർ പ്ലീസ്? यार चश्मे तो ट्रांसपेरेंट ही होते हैं. ട്രാൻസ്പെറൻറ്റ് അല്ലേ? വെച്ചിട്ട് പോടാ ബ്ലഡി ബെങ്കു. അയ്യോ ബെങ്കു. അങ്ങോട്ടേക്കില്ല അങ്ങോട്ടേക്കില്ല ഒന്നുമില്ല. അവൻ പോയാ? പോയാ നിന്റെ ഭാഗ്യം. നേരത്താണോ എൻ്റെ നമ്പർ എടുക്കാൻ തോന്നി? എൻ്റെ നമ്പർ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. കോപ്പ് സൈലൻ്റ് ഇട്ടേക്കാം. എടാ വെച്ചിട്ട് പോടാ നാറി. വെച്ചിട്ട് പോടാ. ഹായ് കണ്ണേ. ഞാൻ വേറെ யாரோ நினைச்சு சொன்னேன். ஆடச்சல்லோ நானும் உன்னை காதல் இருக்கிறேன். കുറച്ചുകൂടെ കണ്ണേ ഇത് മഞ്ഞക്കാതലല്ലേ, അതുക്കും മേലെ. ഇടതിങ്ങനെ നല്ലടാ. നീല്ല വേണം ആലോചിക്കട്ടെ. അധികം താണ്ടി പുതിനയാണത്. കുതിരയല്ല മല്ലി. കണ്ണേനാ അപ്പുറം കോൾ പண்றேன். ശരി ബൈ. എന്താ മറന്നു. ഓപ്പണർ ഇല്ല. ഇതാ ഞാൻ പൊട്ടിച്ചുതരാം. ഞാനത് പൊട്ടിച്ചിട്ട് വരാം. എന്നെ കാണിക്കും. അവളെ കണ്ണാടി ഇരിക്കണേ. പൊട്ടി. എടാ അപ്പുറത്തൊരു പാർട്ടിയുണ്ട്, അവിടെ പോയി നോക്ക്. നീ തന്നെ പോയിട്ട് വാ. അല്ല വേണ്ട, ഞാൻ വന്ന് നോക്കോളാം. ഹായ്, ഡു യു ഹാവ് an open? Yeah. Here. Thanks. So, Prost. Prost. So, party? Is it a birthday or something? No, it's just a close friends gathering. My boyfriend is calling. Oh, nice to meet you. Bye. Shit, ഒരു മിനിറ്റ് കൂടെ പിടിക്കായിരുന്നു. Hey, excuse me. My opener bitter. Sorry. Thank you. അവളുടെ ഒരു ഓപ്പണർ ആർക്കോ. എൻ്റെ പൊന്നു വാർത്ത സേസ് എടുക്കാം. ഇതിപ്പൊന്നും വരില്ല. നിക്കടാ ഇപ്പൊ വരും. എടാ നിനക്കറിയില്ല, പണ്ടാണ് ചാനായിരിക്കും. മിസ്സായ ഓർമ്മയില്ലേ? നീ വന്നേ നീ. പുല്ല് അല്ല ഇന്നലത്തെ പോലെ കിടന്ന് ഓടേണ്ടി വരും. ഓ ദേ നോക്ക്, ഇതവരല്ലേ? സാധ്യതയില്ലാതില്ല. ഇതവരല്ലേ? ചേ നമ്മളെ കാണാൻ വന്നായിരിക്കും. സാധ്യതയില്ലാതില്ല. പിന്നെ മിസ്സായല്ലോ. വാവ്, അതാ ഒരു ഇന്ത്യൻ സുന്ദരി. 3 കൊല്ലത്തെ ബോളിംഗ് ജീവിതത്തിൽ ഇതാദ്യമായിട്ടാ. ഓഹ്, ഇതായിരിക്കില്ലേ മൊത്തം പറഞ്ഞ ഫീലിംഗ്. ഏതോ മുല്ലു പടത്ത് പെട്ട പോലെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. ആ കാർക്കൂന്തൽ മുടിയഴക്ക് കണ്ടതറിയാം ഇവള് മലയാളിയാന്ന്. ഈ തമിഴിൽ ഇറുക്കലും പുറുക്കലൊക്കെ പറഞ്ഞ് മടുത്ത്. എന്നെ ഏതൊക്കെ ചോദിച്ചാലോ പാഷൂട്ടായിരിക്കും. ഇവനൊന്നും കത്തിരി കണ്ടിട്ടില്ലേ? പുല്ല് മൂടുപോലെ കോപ്പ്. ഇവനൊക്കെ നാട്ടിലെന്നാ പറയാ. നാട്ടിൽ ഞാൻ ബാക്കിയുണ്ടോ? ജ്ഞാപകം മോദകം മയിര് നല്ല അട്ടക്ക. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെല്ലയോതി വന്നു. ഓ തുറന്ന് വാങ്ങടു. ഞാൻ ഓപ്പൺ ചെയ്ത് തരട്ടെ? എൻ്റെ പിന്നെ വേണ്ട.
എന്നാ പിന്നെ ഞാൻ എൻ്റെ ഓർക്കാം. ആ എന്തിനാ കാണിക്ക് ഇയ്യോടാ മിടുക്ക. ഇതോടി ആ അപ്പോൾ പ്രോസ്റ്റ്. എന്നാലും അവൾ ജസ്റ്റ് മിസ്സായടാ. ഏ അല്ലടാ, എന്നാലും അവൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വരയ്ക്കും വന്ന് മിസ്സായല്ലോടാ. എടാ ഒരു പ്രാവശ്യം വന്നില്ലേ, ഇവരെ ചാൻസ് ഇല്ലേ? വന്നില്ലെങ്കിലോ? എടാ അങ്ങനെയൊക്കെ എങ്ങനെ ശരിയാവാ? എന്ത് സംഭവിക്കാൻ ചാൻസ് ഇല്ലേ? അന്ന് ബസ്സിൽ കണ്ടതൊരു പ്രോബിലിറ്റി, അതെല്ലാത്തിനും പ്രോബിലിറ്റി ഇല്ലേ? അവൾ വരും, നീ വെയിറ്റ് ചെയ്യും. എനിക്കറിയാം നിനക്കിതൊക്കെ ക്രിഞ്ചായി തോന്നുന്നു. സ്വാഭാവികം. ഞാൻ തന്നെ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ എന്താ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന്. പക്ഷേ അന്ന് ബസ്സിൽ വെച്ച് കണ്ട ഒരു ഫീലുണ്ടല്ലോ, ദേ ഇതുപോലെ കുറേ നാൾക്ക് ശേഷം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു സുഖം. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരുമിച്ചൊരു ഫ്യൂച്ചർ കണ്ടില്ലേലും അവളെ ഞാൻ ഇനി നേരിട്ട് കണ്ടില്ലേലും പോലും, പക്ഷേ ആ ഫീലിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊരു സുഖമുള്ളൊരു ഫീലാണ്. എടാ മനസ്സിലായി, ഒരുപാട് കിട്ടിയിട്ടുണ്ട് ആ ഫീലിങ്. പക്ഷെ എപ്പോഴും ഞാൻ മുമ്പിൽ നിന്നിട്ടുണ്ട്, ആ ഫീലിംഗ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് ചേച്ചി എനിക്ക് നല്ല പേടിയാണ്. എടാ ഞാൻ നിന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ. എടാ ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഒരു ചാൻസ് ഉണ്ട്, ജസ്റ്റ് ഡോണ്ട് എക്സ്പെക്ട്, ജസ്റ്റ് ഹോപ്പ്. കണ്ടില്ലേലും കുഴപ്പമില്ലടാ, ഇതൊന്നും അവളുടെ കയ്യിൽ കൊടുത്താൽ മതി. എടാ നമുക്ക് നോക്കാം. മടുത്തടാ, പ്രതീക്ഷയൊക്കെ പോയി തുടങ്ങി. പക്ഷെ എന്തോ ഒരു ഫോഴ്സ് എന്നെ അവളിലോട്ട് ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നു. ഒരുമാതിരി കോപ്പിൽ ആസ്ട്രോളജി വെച്ചിട്ട് ഇമാര് വർത്തമാനം മേലെ അസ്ട്രോളജി അല്ല മേരെ, അസ്ട്രോഫിസിക്സ്. എന്ത് കോപ്പാണെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ നിൻ്റെ അടുത്ത് വരില്ലേ? ഇതിപ്പോൾ നിനക്ക് മാത്രമേ ഉള്ളൂ. എടാ ഇതിപ്പോൾ നിന്നെ കസ്തിക്ക് വിളിച്ചിട്ടാ കോപ്പ്. എടാ വിഷമിക്കില്ല മാത്ത, അവൾ നിൻ്റെ അടുത്ത് തന്നെ വരും, വേറെ എവിടെ പോവാനാ? നീ വിളിച്ചേ അവളെ 2 പ്രാവശ്യം ജസ്റ്റ് മിസ്സായി പോയടാ. നീ ഞാൻ അവളെ മിസ്സാക്കില്ല. എടാ ജോർജ് കാളിൽ എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡപ്പ് കൊമേഡി ഉണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞത് ഒന്നും ജസ്റ്റ് മിസ്സല്ല, നീ ഹിറ്റാന്നാ. അങ്ങനെ നോക്കിയാൽ നീ ഇതുവരെ ജസ്റ്റ് മിസ് എന്ന് വിചാരിച്ചൊക്കെ നീ ഹിറ്റല്ലേ? അപ്പം നീ നോക്കിക്കോ, ഇത് ഹിറ്റായിരിക്കും. നേരിട്ട് കാണുമ്പോൾ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, ഒന്നും ഓർമ്മ വന്നില്ല. കാണാൻ കൊതിച്ച മുഖം മാത്രം. ഇവൾക്കെന്നെ എങ്ങനെ മനസ്സിലായിരുന്നു, എന്തിനെന്നെ കണ്ടപ്പോൾ ഓടി വന്നെന്നോ ഒന്നും ചോദിക്കാൻ പറ്റില്ല. അറിയണ്ട, അവൾ വന്നല്ലോ. അവളൊന്നും മിണ്ടാതെ പോയി. വിളിക്കാൻ മനസ്സ് വന്നില്ല, പേര് പോലും ചോദിച്ചില്ല. എന്തോ ഒരു തോന്നൽ ഞങ്ങൾ ഇനിയും കാണുന്നു. Oh, he's so cute. You should go talk to him. He's sketching something. You should still go talk to him. Ask what he's drawing. Wait, I look ugly in this. Ouch. Did he look at me? I don't know. Chill. Fine. I mean, our stop is coming now, so we have to get down anyway.
Hey Harshini, have you seen this? Where'd you get this from? It was at the bus stop. I didn't see this. चश्मा नहीं था ना. Wait, let me dial this number. But तू तो लाइब्रेरी जा रही थी ना? नहीं, bus got cancelled. Bro, must be a crazy person. Why? He's shouting. Anyway. Yeah, I mean, I think we can just check the... Wait. Isn't this building? Is it? I don't think so. I can make it today. I have the bus, so I'll get going. Okay. Yeah. Have fun. Bye. Hi, do you have an opener? Okay. I really need to go pee. Yeah, right. I'll be back. Okay, just hold the lift for me. Please. Oh. Sorry. Wonderful. बाहर से थोड़ी दिखेगा, अंदर से दिखेगा. मुझे पता है, but I was just like checking it out. I don't think there's anyone inside. Honestly, I'm just tired of this shit. Why don't you just forget about those classes? अरे वो देख वो बस वाला लड़का. कहाँ? अरे उधर वो चला गया. अरे शायद से. I wish I had my specs, bro. I mean, you have the spare ones. You could just wear them. Shit, I can't find it. वो मुझे देख रहा था क्या? I think वो देख रहा था. What do you think? वो खा रहता होगा. Why are you so obsessed with him? You just saw him once. You know that feeling ना? जब तुझे नया नया प्यार होता है और बैकग्राउंड में गाना चल रहा होता है, उसके बाद जब भी वो गाना बजता है ना, बस वही प्यार, वही बटरफ्लाइज फील होता है. बिल्कुल वैसे ही था, बस यहाँ गाना नहीं था बैकग्राउंड में. Since when did you start spewing such cringe? You won't understand. Okay. I may not understand, but if it's meant for you, then he'll find his way back to you, okay? Hope so. I didn't know what to tell. बहुत कुछ बोलना था, but words नहीं थे. मैं चली गई, पता नहीं क्यों. उसके पास और रहना था, but नहीं किया. पता नहीं, कुछ तो बोल रहा था मुझे. That we're gonna meet again. ഒരുപാട് പൈങ്കിളിയായോ? പ്രേമം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ. അത് പ്രേമിക്കുന്നവരൊഴിച്ച് ബാക്കി എല്ലാവർക്കും പൈങ്കിളി തോന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു സുഖം അത് മറ്റൊന്നിനും തരാൻ പറ്റില്ല. എല്ലാവർക്കും ഇങ്ങനെ ഒരു ദിവസം വരും. ഇത്തിരി ഹോപ്പും ഇത്തിരി പേഷ്യൻസും. ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു, പക്ഷേ കഥ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. ഇൻട്രൻഡ്രം